ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരിട്ട് ജോർജ് കുര്യൻ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യങ്ങളോട് വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങളെ പരിഹസിക്കുക എന്ന തന്ത്രം സ്വീകരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഇതുവരെ നടത്തിയതായി നമുക്കറിയില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സൂരജ് സജീവ വിവരങ്ങൾ വെച്ചാൽ സുരേഷ് ഗോപി എം പി ആ ഓഫീസിലുണ്ടോ? ഏതെങ്കിലും പ്രതികരണം പ്രതീക്ഷിക്കണോ? ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധം നേരത്തെ പ്ലാൻ ചെയ്ത പ്രതിഷേധമാണോ സൂരജ്? ഹാഷ്മി, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്ന. ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തി. പക്ഷേ ബാരിക്കേഡും അതോടൊപ്പം തന്നെ വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഈ ഓഫീസിന് സമീപം തടഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ഇപ്പോൾ തുടരുന്ന മൗനം, അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയത്. കേന്ദ്ര സർക്കാർ തന്നെ ന്യൂനപക്ഷ വേട്ട നടത്തുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. അതിൽത്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രനേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമരം ഒരു അക്രമാസക്തമായ സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമം താൽക്കാലികമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ആഷ്മി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ എം പി എന്തുകൊണ്ട് പ്രതികരിക്കുന്ന ചോദ്യങ്ങൾ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നുണ്ട്. ക്രൈസ്തവ വോട്ടടക്കം വാങ്ങി ജയിച്ച എം പിയാണ്, എന്തുകൊണ്ടാണ് എം പി പ്രതികരിക്കാത്തതെന്ന് ഡിവൈഎഫ്ഐയോട് ചോദിക്കുന്നുണ്ട്. ആ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.